Dear students, welcome to Bot Booster series. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കിങ്ഡം ഫംഗയുടെ ജനറൽ ക്യാരക്ടേഴ്സ് ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. 4 ഗ്രൂപ്പ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് ഫൈക്കോമൈസീഡ്സ്. Phycomycetes are also known as lower fungi, otherwise algal fungi. അപ്പോൾ ഒരു ആൽഗൽ ഫംഗൈ, ആൽഗെ നമുക്കറിയാം അതൊരു പ്ലാന്റ് കിങ്ഡത്തിൽപ്പെട്ട ലോവർ ഫോം ആണ്. ഏകദേശം സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ വിളിക്കുന്നത്. സോ ഹിയർ ദ ഫൈക്കോമൈസീഡ്സ് ആർ ഓൾസോ കോൾഡ് ലോവർ ഫംഗൈ ഓർ ആൽഗൽ ഫംഗൈ. ഇനി ഇവിടെ പറയുന്നത് ദേ ഒക്കർ ഇൻ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സ് ആൻഡ് ഓൺ ഡീക്കേയിങ് വുഡ് ഇൻ മോയിസ്റ്റ് ഡാം പ്ലേസസ് or as obligate parasite on plants. So this is a textbook sentence. ഇതിൽ പറയുന്നത് എന്താ, ഇത് ഡീക്കേയിങ് വുഡിലും മോയിസ്റ്റ് ആയിട്ടുള്ള ഡാംപ് ആയിട്ടുള്ള പ്ലേസിലൊക്കെ കാണപ്പെടുന്നു. അതുപോലെ തന്നെ പാരസൈറ്റുകളായിട്ടും കാണപ്പെടുന്നു. ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ഓൺ പ്ലാന്റ്സ്. അപ്പോൾ ഡിസീസ് കോസിങ് ആയിട്ടുള്ള പാരസൈറ്റ് മാത്രം ദേ ആർ പാത്തജൻസ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ പാരസിറ്റിക് ഫംഗൈ ഓൺ മസ്റ്റാർഡ്. മസ്റ്റാർഡിൽ കാണുന്ന പാരസിറ്റിക് ഫംഗൈ, എന്താണ് അതിൻ്റെ പേര്? ആൽബിഗോ. അപ്പോൾ ഫൈക്കോമൈസീഡ്സ് എന്ന ഗ്രൂപ്പിൽ പെടുന്ന മെമ്പേഴ്സിൻ്റെ പേരാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണത്? മ്യൂക്കർ, റൈസോപ്പസ് ആൻഡ് ആൽബിഗോ. അപ്പോൾ 3 പേരുകളാണ് നമുക്ക് ഓർക്കാനുള്ളത്: മ്യൂക്കർ, റൈസോപ്പസ് ആൻഡ് ആൽബിഗോ. എന്തുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് ഞാൻ ഈ നെയിം പറയുന്നത്? മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫൈക്കോമൈസീഡ്സിൽ പെടുന്ന members: Mucor, Rhizopus and Albigo. And this Rhizopus is also known as bread mold. നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. റൈസോപ്പസ് ആണ് ബ്രെഡ് മോൾഡ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ആൽബിഗോ ആണ് പാരസിറ്റിക് ഫംഗൈ ഓൺ മസ്റ്റാർഡ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തേക്കാം. അപ്പോൾ അവരുടെ എവിടെയാണ് അവർ കാണപ്പെടുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് പോയിന്റ്, ദ മൈസീലിയം ഈസ് അസെപ്റ്റേറ്റ്. എന്താണ് അസെപ്റ്റേറ്റ്? നമ്മൾ മുമ്പത്തെ സെഷനിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അസെപ്റ്റേറ്റ് മീൻസ് വിത്തൗട്ട് സെപ്റ്റ, അല്ലേ? സെപ്റ്റ ഇല്ലാത്തവരെയാണ് നമ്മൾ അസെപ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് അവരുടെ മൈസീലിയത്തിൽ അല്ലെങ്കിൽ അവരുടെ ഹൈഫയിൽ എന്ത് കാണില്ല? ക്രോസ് വോൾസ് കാണില്ല. ആസ് ദർ ഇസ് നോ ക്രോസ് വോൾസ്, if there is cross walls they will be uninucleated. പക്ഷേ ഇവിടെ ക്രോസ് വോൾസ് ഇല്ലാതെ ന്യൂക്ലിയസ് ഒക്കെ ഇതേപോലെ കാണുന്നത് കൊണ്ട് ഇവർ എന്ത് കണ്ടീഷനാണ്? മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനാണ്. ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീനോസിറ്റിക്. സോ സീനോസിറ്റിക് മീൻസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ്. സോ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ മീൻസ് സീനോസിറ്റിക്. ഓക്കെ, സോ സീനോസിറ്റിക് ഓർ മൾട്ടിന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. ഈ മൾട്ടിന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആവാനുള്ള കാരണം ബിക്കോസ് ദേ ആർ അസെപ്റ്റേറ്റ്. നിങ്ങൾ ഓർക്കണം, നമുക്ക് 4 ഗ്രൂപ്പാണ് പഠിക്കാനുള്ളത്. ഫൈക്കോമൈസീഡ്സ്, ദെൻ ആസ്കോമൈസീഡ്സ്, ബെസിഡിയോമൈസീഡ്സ് ആൻഡ് ഡ്യൂറ്ററോമൈസീഡ്സ്. അതിൽ ആദ്യമായി നമ്മൾ പഠിക്കുന്ന ഈ ഫൈക്കോമൈസീഡ്സിൽ മാത്രമാണ് ഏത് കണ്ടീഷൻ ഉള്ളത്? അസെപ്റ്റേറ്റ് ആൻഡ് സീനോസിറ്റിക് കണ്ടീഷൻ ഉള്ളത്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണേ. ബാക്കിയുള്ള എല്ലാവരുടെ ബോഡിയും എങ്ങനെയാണ്? സെപ്റ്റേറ്റും ആണ്, ബ്രാഞ്ച്ഡും ആണ്. അപ്പോൾ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ബ്രെഡൊക്കെ ഇതുപോലെ കേടായി പോകുന്നത്. കാരണം ഇത് കേടാവുന്നതിൻ്റെ കാരണം എന്താ? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് റൈസോപ്പസ് ബാക്ടീരിയ. ഇവിടെ നിങ്ങൾക്ക് മ്യൂക്കർ, ഇതൊരു മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. ആൽബിഗോ മസ്റ്റാർഡ് ലീവ്സിൽ ഇതേപോലെ പാരസിറ്റിക് ഫംഗൈ ആയി കാണപ്പെടുന്നതാണ്. ഈ ഒരു പിക്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലീഫിൻ്റെ സെക്ഷൻ എടുത്തതിന് ശേഷം ഫംഗസ് കാണുന്നതാണ്. നമ്മൾ അത്രയും ഡെപ്തിൽ പോകണ്ട. യു ഹാവ് ടു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് പാരസിറ്റിക് ഫംഗൈ. ഇനി ഫൈക്കോമൈസീഡ്സിൽ പറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്നാണ്. റീപ്രൊഡക്ഷൻ അസെക്ഷൽ മെത്തേഡിലും നടക്കും, സെക്ഷൽ മെത്തേഡിലും നടക്കും. അസെക്ഷൽ മെത്തേഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? സ്പെഷ്യൽ ടൈപ്സ് ഓഫ് സ്പോർസ് ഫോം ചെയ്യും. അതിൽ മോട്ടൈൽ സ്പോർസിന് ഒരു പേര് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? മോട്ടൈൽ സ്പോറിന്റെ പേരാണെന്ത്? സൂസ്പോർ. അപ്പോൾ സൂസ്പോർ എന്ന് പറഞ്ഞാൽ മോട്ടൈൽ ആയിട്ടുള്ള, ബിക്കോസ് ദേ ഹാവ് ഫ്ലെജല്ലം. ഓക്കെ, അതുകൊണ്ട് മോട്ടൈൽ അസെക്ഷൽ സ്പോറിന്റെ പേരാണ് എന്ത്? സൂസ്പോർ. മറക്കരുതേ. അപ്പോൾ മോട്ടൈൽ സൂസ്പോർ കാണും, അല്ലെങ്കിൽ നോൺ മോട്ടൈൽ ആയിട്ടുള്ള എപ്ലാനോസ്പോർ കാണും. എന്താ? മോട്ടൈൽ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റുന്നത്, നോൺ മോട്ടൈൽ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ മൂവ് ചെയ്യാൻ പറ്റുന്ന
സൂസ്പോസും അതുപോലെ മൂവ് ചെയ്യാൻ പറ്റാത്ത നോൺ മോട്ടൈൽ ആയിട്ടുള്ള എപ്ലാനോസ്പോസും ഒക്കെ തന്നെ ഏതിന് എക്സാമ്പിളാണ്? അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോസിന് എക്സാമ്പിൾ ആണ്. ഈ സ്പോറുകളൊക്കെ സാധാരണ ഉണ്ടാകുന്നത് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിലായിരിക്കും. അതിന് നമ്മൾ സാധാരണ വിളിക്കാറുള്ളത് എന്താ? സ്പോസ് ഉണ്ടാവുന്ന സ്ട്രക്ചർ ആണ് എന്ത്? സ്പൊറാഞ്ചിയം. സോ ഇറ്റ്സ് സോ സിമ്പിൾ അല്ലേ? ഇനി നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പറയുന്നത് നമ്മൾ ജനറൽ ക്യാരക്ടേഴ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ഇതൊരു ലോവർ ഫോം ആയതുകൊണ്ട് തന്നെ ഫ്യൂഷൻ ഓഫ് ടു ഗ്യാമെറ്റ്സ്, മെയിൽ ഗ്യാമെറ്റും ഫീമെയിൽ ഗ്യാമെറ്റും ഫ്യൂസ് ചെയ്തുണ്ടാവുന്ന സ്പോറിനെ വിളിക്കുന്ന പേരാണ് സൈഗോസ്പോസ്. ഓക്കെ, ആസ് വി നോ മെയിൽ ഗ്യാമെറ്റ് ആൻഡ് ഫീമെയിൽ ഗ്യാമെറ്റ് ഫ്യൂസ്ഡ് ആൻഡ് ഫോം സൈഗോട്ട്. ഇവിടെ നമ്മൾ ഇതിനെ സൈഗോസ്പോർ എന്നാണ് വിളിക്കുന്നത്. ആ സ്പോറിനെ വിളിക്കുന്നത് സൈഗോസ്പോർ എന്നാണ്. ആൻഡ് ഐ hope that you remember all this plasmogamy, yes, karyogamy, then meiosis in zygote. അതായത് സൈഗോട്ട് ഉണ്ടായതിനു ശേഷം മിയോസിസ് നടന്നിട്ടാണ് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാവുന്നത്. ആ സ്പോറിന്റെ പേരാണ് ഈ പറഞ്ഞിട്ടുള്ള സൈഗോസ്പോർ, വിച്ച് ഈസ് പ്രസന്റ് ഇൻ വിച്ച് ഗ്രൂപ്പ്? ഫൈക്കോമൈസീഡ്സ്. പിന്നെ പറയുന്ന ഈ ഗ്യാമറ്റിന്റെ കേസാണ്. ഗ്യാമറ്റ് സിമിലർ ആണെങ്കിൽ നമ്മൾ അവരെന്ത് വിളിക്കും? ഐസോഗ്യാമെറ്റ്സ്. രണ്ട് ഗ്യാമെറ്റ്സുകൾ സിമിലർ ഇൻ സൈസ് ആണെങ്കിൽ നമ്മൾ ഐസോഗ്യാമെറ്റ്സ് എന്ന് വിളിക്കും. ഡിസിമിലർ ഇൻ സൈസ് ആണെങ്കിൽ നമ്മൾ അനൈസോഗ്യാമസ് എന്ന് പറയും. ഊഗ്യാമസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. എന്താണത്? ഇറ്റ് ഹാസ് ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗ്യാമെറ്റ് ഓർ എനി ഗ്യാമെറ്റ്. ലാർജ് നോൺ മോട്ടൈൽ വൺ ഗ്യാമെറ്റ് ആൻഡ് വൺ ഈസ് സ്മോൾ മോട്ടൈൽ ഗ്യാമെറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഊഗ്യാമസ് ടൈപ്പ് എന്ന് പറയും. സോ ഇത്രയാണ് നമ്മൾ ഫൈക്കോമൈസീഡ്സിനെ കുറിച്ച് പറയുന്നത്. സോ വിത്ത് എക്സാമ്പിൾ യു ഹാവ് ടു റിമെമ്പർ ദീസ് പോയിന്റ്സ്. നെക്സ്റ്റ് വൺ ഈസ് ആസ്കോമൈസീഡ്സ്. ആസ്കോമൈസീഡ്സ് എന്നുള്ളതിനെ നമ്മൾ വേറൊരു പേരാണ് എന്ത്? സാക്ക് ഫഞ്ചൈ. അങ്ങനെ വിളിക്കാനുള്ള കാരണം ആസ്കോമൈസീഡ്സിന്റെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോറിന്റെ പേരാണ് ആസ്കോസ്പോർ. ഈ ആസ്കോസ്പോർ ഉണ്ടാവുന്നത് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിലാണ്. ഈ സാക്ക് ലൈക്ക് സ്ട്രക്ചറിന്റെ പേരാണ് ആസ്കസ്. ആ ഒരു ആസ്കസ് ഉള്ളത് കൊണ്ടാണ് ഈ ഫംഗൈനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സാക്ക് ഫംഗൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ആസ്കോമൈസീഡ്സിൽ പലതരത്തിലുള്ള ഓർഗാനിസം ഉണ്ട്. അതിൽ ഒന്ന് ഈസ്റ്റ്, വെരി കോമൺ ആയിട്ടുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഈസ്റ്റ് ആണ്. ഈസ്റ്റ് ഈസ് ആസ് വി നോ ഇറ്റ് ഈസ് യൂണിസെല്ലുലാർ. പക്ഷെ വേറൊരെണ്ണമാണ് മൾട്ടി സെല്ലുലാർ. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള എക്സാമ്പിൾ ഏതാ? പെനിസിലിയം. ഇത് രണ്ടും നിങ്ങൾ കേട്ടുപരിചയമുള്ളതാണ്. പെൻസിലിയത്തിൽ നിന്ന് എന്താ കിട്ടുന്നേ? പെൻസിലിയത്തിൽ നിന്ന് പെൻസിലിൻ എന്ന ആന്റിബയോട്ടിക് കിട്ടുന്നു. പെനിസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിൽ നിന്നാണ് പെനിസിലിൻ എന്ന ആന്റിബയോട്ടിക് കിട്ടുന്നത്. ഈസ്റ്റ് നമുക്കറിയാം, നമ്മൾ ഇത് ഏതൊക്കെ ഉപയോഗിക്കുന്നു? ബേക്കറിയിലും അതുപോലെ ആൽക്കഹോൾ ഇൻഡസ്ട്രിയിലും ബ്രൂവിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മൈക്രോ ഓർഗാനിസം ആണ്, അല്ലെങ്കിൽ ഒരു ഫംഗൈ ആണ് എന്ത്? യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഈസ്റ്റ്. സോ ഈസ്റ്റ് ആൻഡ് പെൻസിലിയം കംസ് അണ്ടർ ആസ്കോമൈസീഡ്സ്. And what I have written here, Saccharomyces is the genus name of yeast. Okay, Saccharomyces cerevisiae. That is the binomial nomenclature you have studied. No, adile scientific name ennu parayna binomial name ennu parayunnathu yeast inde binomial name endana? Saccharomyces cerevisiae. ഒരു പക്ഷേ നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ Saccharomyces ആണ് തന്നിട്ടുള്ളതെങ്കിൽ you have to realize that it is the name of, you have to understand that it is the name of yeast. ഓക്കെ അല്ലേ? ഇനി ഇവിടെ പറയുന്നത് ദേ ആർ സാപ്രോഫൈറ്റിക്. മിക്കവാറും ഈ ആസ്കോമൈസീഡ്സിൽ പെട്ട എല്ലാവരും തന്നെ സാപ്രോഫൈറ്റ്സുകളായിരിക്കാം, അതായത് ഡീകമ്പോസേഴ്സ് ആയിരിക്കാം. ചിലപ്പോൾ അവർ പാരസിറ്റിക് ആയിരിക്കാം. Then this may be the new word for you, coprophilous. എന്താ കോപ്രോഫിലസ്? ഗ്രോയിങ് ഓൺ ഡങ്. ഈ പിക്ചർ ഒന്ന് നോക്കൂ മക്കളെ. ഈ ഡങ്ങില് ദാ ഇങ്ങനെ കുറച്ച് കൂണ് പോലത്തെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ടാവുന്നു. സോ ഈ ഒരു ഫംഗസ് ആണ് എന്ത്? അങ്ങനെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോപ്രോഫിലസ്. ഡങ്ങിൽ വളരുന്ന ഫംഗസിനെ വിളിക്കുന്ന ആ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്നതാണ് എന്ത്? കോപ്രോഫിലസ്. അപ്പോൾ അവർ ഡീകമ്പോസേഴ്സ് ആയിരിക്കാം, സാപ്രോഫൈറ്റിക് ആണ്, അതല്ലെങ്കിൽ പാരസിറ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ കോപ്രോഫിലസ് ആയിരിക്കാം. Then here the mycelium is branched and septate. Okay, branched and septate. ഞാൻ നേരത്തെ പറഞ്ഞു ഫൈക്കോമൈസീഡ്സിലാണെങ്കിൽ എങ്ങനെയായിരുന്നു? സെപ്റ്റേറ്റ് ആൻഡ് സീനോസിറ്റിക് ആയിരുന്നു. എന്നാൽ ഇനിയുള്ള ഗ്രൂപ്പുകളെല്ലാം തന്നെ ആസ്കോമൈസീഡ്സ് മുതൽ അവരെല്ലാം സെപ്റ്റേറ്റ് ആണ്. എന്താണ് സെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഇഫ് ദിസ് ഇസ് ദ ഹൈഫേ, ഓക്കെ, ഹൈഫേ ആണെങ്കിൽ ഇതിനിടയിൽ ക്രോസ് വോൾസ് ഉണ്ട്. ഈ ക്രോസ് വോൾസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഓരോന്നിലും ഓരോ ന്യൂക്ലിയസ് ആണ്. സോ നോർമലി
ഈച്ച് വൺ റെപ്രസെൻറ്റ്സ് വൺ സെൽ, അതായത് ഒരു ക്രോസ് വോൾ ഉണ്ട്. സെപ്റ്റ ഈസ് പ്രസന്റ്. സെപ്റ്റ പ്രസന്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് എന്ത്? സെപ്റ്റേറ്റ്. ഇത് സെപ്റ്റേറ്റ് ആണെന്ന് മാത്രമല്ല, ദേ ആർ ബ്രാഞ്ച്ഡ് ടു. അപ്പൊ ഇവിടെ ഇവരുടെ പ്ലാന്റ് ബോഡി എന്നുള്ളത് സെപ്റ്റേറ്റ് ആണ് ആൻഡ് ബ്രാഞ്ച്ഡ് ആണ്. അടുത്ത പോയിന്റ് പറയുന്നത് ആസ്കോമൈസീഡ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നു എന്നാണ്. എങ്ങനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? നമുക്കറിയാം, തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ദ ഫോർമേഷൻ ഓഫ് സൂസ്പോസ് എന്നാണ് പറഞ്ഞിരുന്നത്. മോട്ടൈൽ ആയിട്ടുള്ള സൂസ്പോറും നോൺ മോട്ടൈൽ ആയിട്ടുള്ള എപ്ലാനോസ്പോറും വഴിയാണ് ഫൈക്കോമൈസീഡ്സിലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നതെന്ന് പറഞ്ഞു. എന്നാൽ ആസ്കോമൈസീഡ്സിലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ബൈ ദ ഫോർമേഷൻ ഓഫ് കൊണീഡിയ. എന്താണ് കൊണീഡിയ? നമ്മൾ പറഞ്ഞു ഈ ഒരു ഫംഗസിന്റെ ബോഡി എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ആണ്, സെപ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. ബ്രാഞ്ച്ഡ് ആണ്, സെപ്റ്റേറ്റ്. സെപ്റ്റേറ്റ് മീൻസ് സെപ്റ്റയുള്ളതാണ്. ഇങ്ങനെ ഇതിന്റെ ഒരു ബ്രാഞ്ച് കുറച്ച് ഇതേപോലെ ഒരു ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് മാറാണ്. അതിനെ നമ്മൾ വിളിക്കുകയാണ് കൊണീഡിയോഫോർ. ഓക്കെ, ഈ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുകയാണ് കൊണീഡിയോഫോർ. ഈ കൊണീഡിയോഫോർ ഇങ്ങനെ ബ്രാഞ്ച്ഡ് ആയിട്ട് യു ക്യാൻ ജസ്റ്റ് സീ ദാറ്റ് ഈ റൗണ്ട് ഷേപ്പിൽ കാണപ്പെടുന്ന ഈ ഒരു സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊണീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ കൊണീഡിയോഫോറിൽ കൊണീഡിയ ഉണ്ടാകുന്നത് പുറത്തല്ലേ, നോട്ട് ഇൻസൈഡ് ഇറ്റ്. സോ ദ ടേം ഈസ് എക്സോജിനസ്ലി. സോ ദ ടേം ഈസ് കോൾഡ് എക്സോജിനസ്ലി. ഓക്കെ ആണല്ലോ. എക്സോജിനസ്ലി മീൻസ് ഔട്ട്സൈഡ്. അപ്പോൾ ഇവിടെ കൊണീഡിയോഫോറിൽ കൊണീഡിയ ഉണ്ടായിട്ടുള്ളത് എക്സോജിനസ്ലി ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ അസെക്ഷൽ സ്പോർ ഏതാണ്? കൊണീഡിയ. കൊണീഡിയ ഉണ്ടാകുന്നത് കൊണീഡിയോഫോറിൽ. എങ്ങനെ? എക്സോജിനസ്ലി. ഇത്രയും ടേമാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ കൊണീഡിയ ഓൺ കൊണീഡിയോഫോർ ആൻഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് എക്സോജിനസ്ലി. ദെൻ നെക്സ്റ്റ് അതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് എന്തുണ്ടാകുന്നത്? ഒരു ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ടുള്ള ആസ്കോകാർപ്സ് ഉണ്ടാവുന്നത്. ഈ ഒരു സ്ട്രക്ചർ ഇപ്പം ഇത് നോർമൽ, ഈ അടിയിൽ കാണുന്ന നോർമൽ ഫംഗസിന്റെ ഹൈഫി ആണെന്ന് കരുതുക. അതായത് ദാറ്റ് ഈസ് സെപ്റ്റേറ്റ്, ബ്രാഞ്ച്ഡും ആണ്. അതിൽ നിന്നൊരു ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാവുകയാണ്. ആ ഫ്രൂട്ടിംഗ് ബോഡിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആസ്കോകാർപ്പ് എന്ന് വിളിക്കുന്നത്. ഈ ആസ്കോകാർപ്പിൽ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടായിട്ടുണ്ട്. ആ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് എന്ത്? ആസ്കസ്. ഓക്കെ, സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് ആസ്കസ്. അതുകൊണ്ടാണ് ആസ്കോമൈസീഡ്സിന് എന്ത് പേര് വന്നത്? സാക്ക് ഫംഗൈ എന്ന് പേര് വന്നത്. അങ്ങനെ ഈ ആസ്കസിന്റെ ഉള്ളിൽ എത്ര ആസ്കോസ്പോസ് കാണും? 8 ആസ്കോസ്പോസ് ഓരോ ആസ്കസിന്റെ ഉള്ളിലും പ്രൊഡ്യൂസ് ചെയ്യും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ് നമ്മൾ ജനറൽ ക്യാരക്ടേഴ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, ഡൈകാരിയോട്ടിക് ഫേസ്. ഡൈകാരിയോൺ എന്നൊരു ടേം പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? നമുക്കറിയാം, ആദ്യം തന്നെ 2 ഈസ്റ്റ് സെൽ, ഇവിടെ ഒരു ഗ്യാമറ്റ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് സ്ട്രക്ചർ ആണെങ്കിൽ പോലും വെജിറ്റേറ്റീവ് സെൽസ് ആദ്യം നടക്കുന്ന സ്റ്റെപ്പ് എന്താണ്? പ്ലാസ്മോഗമി. പ്ലാസ്മോഗമി മീൻസ് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം. അപ്പൊ ഇവിടെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്തു 2 ന്യൂക്ലിയസ് ഇങ്ങനെ സെപ്പറേറ്റ് നിൽക്കുക. നോർമലി ആ ന്യൂക്ലിയസ് എന്ത് ചെയ്യാറുണ്ട്? ഫ്യൂസ് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാരിയോഗമി എന്ന് വിളിക്കുക. പക്ഷെ ചില കേസുകളിൽ, ജസ്റ്റ് ലൈക്ക് ഇൻ ആസ്കോമൈസീഡ്സ് ആസ് വെൽ ആസ് ഇൻ ബെസിഡിയോമൈസീഡ്സ്, വാട്ട് ഹാപ്പൻ? ഈ പറഞ്ഞ ഡൈകാരിയോട്ടിക് ഫേസ്, ഓക്കെ, ഈ പറഞ്ഞ ഡൈകാരിയോൺ, എന്താ? ഡൈ മീൻസ് 2, കാരിയോൺ മീൻസ് ന്യൂക്ലിയസ്. ഈ 2 ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജ് കുറച്ച് സമയത്തേക്ക് അതങ്ങനെ സസ്റ്റെയിൻ ചെയ്യുകയും അതാണ് ഈ ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഡൈകാരിയോട്ടിക് ഫേസിലാണ് ഈ ആസ്കോകാർപ്പ് ഉണ്ടാകുന്നത്. ഈ ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടായതിനു ശേഷം എന്ത് നടക്കുന്നു? കാരിയോഗമി നടക്കുന്നു. കാരിയോഗമി നടന്നതിന് ശേഷം നെക്സ്റ്റ് എന്താണ്? മിയോസിസ്. മിയോസിസ് നടക്കുമ്പോൾ നോർമലി എത്ര സ്പോർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 4 സ്പോർ അല്ലേ? അപ്പോൾ 4 സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു മിയോസിസ് കഴിഞ്ഞ്. അതിനുശേഷം ഒരു മൈറ്റോസിസ് കൂടി നടന്ന് 4 എത്രയായി മാറുന്നു? 8 ആയിട്ട് മാറുന്നു. അപ്പോൾ നോർമൽ കാരിയോഗമിക്ക് ശേഷം ഒരു മൈറ്റോസിസും കൂടി നടന്നിട്ടാണ് ടോട്ടൽ 8 ആസ്കോസ്പോർ എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ ആസ്കസിന്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് നൗ യു ഗോട്ട്. സോ വൺസ് മോർ ഐ ആം സെയിങ്, sexual reproduction is by ascospore, which is produced inside the ascus, and it is produced exogenously or endogenously. What do you feel? Exogenously or endogenously? See here, endogenously. എന്താണ് എൻഡോജിനസ്ലി എന്ന് പറഞ്ഞാൽ? ഉള്ളിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു കൊണീഡിയോഫോർ എങ്ങനെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്? എക്സോജിനസ്ലി. ബട്ട്
Ascospore is produced inside the ascus, so it is produced by endogenously. Okay. നമ്മൾ ഇനി അതിന്റെ എക്സാമ്പിൾസ് നോക്കുകയാണ്. എക്സാമ്പിൾസ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് ആസ്പെർഗില്ലസ്, ക്ലാവിസെപ്സ് ആൻഡ് ന്യൂറോസ്പോറ. 3 എക്സാമ്പിൾസ് ടുഗദർ ആണ് തന്നിട്ടുള്ളത്. ആസ്പെർഗില്ലസ്, ക്ലാവിസെപ്സ് ആൻഡ് ന്യൂറോസ്പോറ. ഇതിൽ ഈ ന്യൂറോസ്പോറയ്ക്ക് ഒരു പ്രത്യേകത സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്. ന്യൂറോസ്പോറ ഈസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ബയോകെമിക്കൽ ആൻഡ് ജനറ്റിക് വർക്ക്. So maybe the question, name the ascomycetes which is extensively used in biochemical and genetic work. So the answer is Neurospora. അപ്പോൾ അതൊന്ന് സ്പെസിഫിക് ആയിട്ടൊന്ന് നോട്ട് ചെയ്തേക്കാം. ദെൻ അടുത്ത എക്സാമ്പിൾ ആയിട്ടുള്ളത് മോറൽസ് ആൻഡ് ബഫിൾസ് എന്നാണ് തന്നിട്ടുള്ളത്. യു ക്യാൻ സീ ദിസ് പിക്ചർ. ദേ ആർ എഡിബിൾ. അവർ കഴിക്കാൻ പറ്റുന്നതാണ്. ബഫിൾസും അതുപോലെ ട്രഫിൾസും എഡിബിൾ തന്നെയാണ്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് ബഫിൾസ് എന്നാണ്. ബഫിൾസും അതുപോലെ തന്നെ ട്രഫിൾസും എഡിബിൾ ആണ്. അപ്പോൾ എഡിബിൾ ആസ്കോമൈസീഡ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് മക്കളെ? മോറൽസ് ആൻഡ് ബഫിൾസ്. അപ്പൊ നമ്മൾ എത്ര എക്സാമ്പിൾ പഠിച്ചു ആസ്കോമൈസീഡ്സിൽ? ആസ്കോമൈസീഡ്സിൽ ആദ്യം തന്നെ നമ്മൾ പഠിച്ചത് ഈസ്റ്റ്, പിന്നെ പെനിസിലിയം. ഓക്കെ, 2 കഴിഞ്ഞു. ദെൻ ആസ്പെർഗില്ലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ 5. ദെൻ മോറൽസ് ആൻഡ് ബഫിൾസ്. സോ ടോട്ടൽ 7 എക്സാമ്പിൾസ്. മറക്കരുത് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ ആസ്കോമൈസീഡ്സ് കഴിഞ്ഞു. അടുത്ത ഗ്രൂപ്പ് ഓർമ്മയുണ്ടോ? ആസ്കോമൈസീഡ്സ് കഴിഞ്ഞ നെക്സ്റ്റ് ഗ്രൂപ്പ്, സോ ദാറ്റ് ഈസ് ബെസിഡിയോമൈസീഡ്സ്. ഈ ബെസിഡിയോമൈസീഡ്സിലാണ് നമുക്ക് വളരെയധികം പരിചയമുള്ള കൂണുകൾ വരുന്നത്, മഷ്റൂംസ് വരുന്ന ഗ്രൂപ്പുകളാണ് എന്ത്? ബെസിഡിയോമൈസീഡ്സ്. സോ ദേ ഇൻക്ലൂഡ് മഷ്റൂംസ്. നമുക്കറിയാം ബ്രാക്കറ്റ് ഫംഗൈ. ഈ ബ്രാക്കറ്റ് ഫംഗൈ മരത്തിലൊക്കെ ഇങ്ങനെ കാണുന്ന ഫംഗസ് ഉണ്ടല്ലോ, ഈ ഒരു ബ്രാക്കറ്റ് ഷേപ്പിൽ ബ്രാക്കറ്റ് ഫംഗൈ. അതുപോലെ പഫ് ബോൾസ്, വളരെ ചെറിയ രീതിയിൽ പഫ് ബോൾസുകളായിട്ട് കാണപ്പെടുന്ന വളരെ ചെറിയ ചെറിയ ബോൾ ലൈക്ക് സ്ട്രക്ചേഴ്സ്, ഇതിനെയാണ് പഫ് ബോൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പഫ് ബോൾസും ബ്രാക്കറ്റ് ഫംഗൈയും മഷ്റൂംസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിന്റെ പേരാണ് എന്ത്? ബെസിഡിയോമൈസീഡ്സ്. സോ ദിസ് ഇസ് ദ തേർഡ് ഗ്രൂപ്പ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിലെ അസെക്ഷൽ സ്പോറിനെ കുറിച്ചാണ്. ഇതിൽ അസെക്ഷൽ സ്പോർ ഉണ്ടോ? ദ അസെക്ഷൽ സ്പോർസ് ആർ ജനറലി നോട്ട് ഫൗണ്ട്. നന്നായിട്ട് നോട്ട് ചെയ്യണേ. അസെക്ഷൽ സ്പോർസ് ഇതിലുള്ള, അതായത് ബെസിഡിയോമൈസീഡ്സിൽ ആബ്സെന്റ് ആണ്. അപ്പൊ നമ്മൾ ഫൈക്കോമൈസീഡ്സിൽ പറഞ്ഞ അസെക്ഷൽ സ്പോർ എന്തായിരുന്നു? സൂസ്പോറും അപ്ലാനോസ്പോറും. മക്കളെ നിങ്ങൾ ഇതൊന്ന് ടാബുലേറ്റ് ചെയ്തിട്ട് എഴുതി വെക്കണം. അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോർ ഏതാണ്, അതുപോലെ സെക്ഷൽ സ്പോർ ഏതാണെന്നൊന്ന് എഴുതി വെച്ചേക്കണേ. അപ്പൊ നമ്മൾ പറയാം വീണ്ടും, ഫൈക്കോമൈസീഡ്സിലാണെങ്കിൽ അതിൽ വരുന്നത് സൂസ്പോസ് ആൻഡ് അപ്ലാനോസ്പോർ. എന്നാൽ ആസ്കോമൈസീഡ്സിൽ ഏതായിരുന്നു? ആസ്കോമൈസീഡ്സിൽ കൊണീഡി ആയിരുന്നു. എന്നാൽ ബെസിഡിയോമൈസീഡ്സിൽ അസെക്ഷൽ സ്പോർസ് ആർ ആബ്സെന്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഇതിൽ സെക്സ് ഓർഗൻസ് ആബ്സെന്റ് ആണ്. പക്ഷെ എന്ത് നടക്കുന്നുണ്ട്? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതായത് സെക്സ് ഓർഗൻസ്, ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ഗ്യാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെക്സ് ഓർഗൻ ആബ്സെന്റ് ആണ്. പക്ഷേ അതിൽ നമ്മളിപ്പോ എന്താ പറയുക, ആന്ത്രീഡിയം, ആർക്കിഗോണിയം, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ മെഗാസ്പോറാഞ്ചിയം, മൈക്രോസ്പോറാഞ്ചിയം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇനി പഠിക്കും. അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അതുപോലെ പ്രത്യേകമായ ഒരു സെക്സ് ഓർഗൻസ് ഏതിലില്ല? ഈ പറഞ്ഞ ബെസിഡിയോമൈസീഡ്സിലില്ല. എന്നാലും എന്ത് നടക്കുന്നുണ്ട്? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? Plasmogamy is brought about by the fusion of 2 vegetative or somatic cells. Vegetative or somatic cells, അതായത് നോർമൽ ബോഡി സെൽസ്. റീപ്രൊഡക്റ്റീവ് സെൽസ് അല്ലാത്ത നോർമൽ ബോഡി സെൽസിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസ് എന്ന് പറയാം. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ 2 ഇൻഡിവിജ്വൽ വേണം, ഒരു മെയില് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ. ഇപ്പം നോർമലി നമ്മൾ മെയിലും ഫീമെയിൽ ഗ്യാമറ്റ് ഫ്യൂഷനാണ് നമ്മൾ നോർമലി എന്ത് പറയാം? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. എന്നാൽ ലോവർ ഫോംസ് ആയിട്ടുള്ള ഫംഗസിലും ആൽഗയിലൊക്കെ ഒരു പക്ഷേ അതിനെ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയാതെ ഡിഫറെൻറ്റ് സ്ട്രെയിൻസിൽ പെട്ട, അതായത് ചില ക്യാരക്ടറൈസ് വ്യത്യാസമുള്ള ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് അല്ലെങ്കിൽ ജീനോടൈപ്പിൽ പെട്ട 2 ഇൻഡിവിജ്വൽസ് ഫ്യൂസ് ചെയ്ത 2 ഇൻഡിവിജ്വൽസിൻ്റെ സെൽസ് ഫ്യൂസ് ചെയ്താലും അത് എന്തായി തന്നെ കണക്കാക്കുന്നു? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിട്ട് കണക്കാക്കുന്നു. സോ ഹിയർ plasmogamy is brought about by the fusion of 2 somatic or vegetative cells of different genotype, otherwise strains. അപ്പോൾ പ്ലാസ്മോഗമി നടന്നു. പിന്നെ കാരിയോഗമി നടക്കാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ ആ സ്റ്റേജിന് നമ്മൾ എന്താ വിളിക്കുക? തൊട്ട് മുമ്പ് നമ്മൾ കണ്ടിരുന്നു, ആ സ്റ്റേജിനെയാണ് നമ്മൾ വിളിക്കുക ഡൈകാരിയോട്ടിക് സ്റ്റേജ്, ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ സെൽ ഈസ് കോൾഡ് ഡൈകാരിയോൺ.
തൊട്ട് മുമ്പ് ഞാൻ കാണിച്ചിരുന്നല്ലോ, ആ റെഡ് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നൊക്കെ കാണിച്ചിരുന്നു. അതുപോലെ ഒരു ഡൈകാരിയോട്ടിക് ഫേസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഈ ഡൈകാരിയോട്ടിക് സ്റ്റേജ് ആണ് പിന്നീട് ബെസിഡിയം ഫോം ചെയ്യുന്നത്. ബെസിഡിയം ഉണ്ടാകുന്നത് ഒരു ഫ്രൂട്ടിംഗ് ബോഡിയിലാണ്. ആ ഫ്രൂട്ടിംഗ് ബോഡിയുടെ പേരാണ് ബെസിഡിയോ കാർപ്പ്. ഓക്കെ, ഫ്രൂട്ടിംഗ് ബോഡിയുടെ പേര് ബെസിഡിയോ കാർപ്പ്. അപ്പോൾ ഫ്രൂട്ടിംഗ് ബോഡി എന്നുള്ളത് ഒരു ഡൈകാരിയോട്ടിക് സ്റ്റേജ് ആണ്. ഈ ഡൈകാരിയോട്ടിക് സ്റ്റേജിൽ എന്തുണ്ടാവുന്നു? ഒരു ബെസിഡിയോ കാർപ്പ്, ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാവുന്നു. ആ ഫ്രൂട്ടിംഗ് ബോഡിയിൽ ഉണ്ടാകുന്ന സംഭവമാണ് എന്ത്? ബെസിഡിയം. ഇവിടെ നോക്കൂ, കാരിയോഗമി ആൻഡ് മിയോസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ ബെസിഡിയം പ്രൊഡ്യൂസിങ് 4 ബെസിഡിയോസ്പോർസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതൊരു മഷ്റൂം ആണെന്ന് കരുതുക. മഷ്റൂം, ഈ മഷ്റൂമിന്റെ ഈ ഒരു ഹാഫായിട്ട് നമ്മൾ ഈ അടിയിൽ ഇതേപോലെ കാണുന്ന ലൈൻസ് ആയിട്ട് കാണുന്ന ഈ ഭാഗത്തെയാണ് ഗിൽസ് എന്ന് വിളിക്കുന്നത്. മഷ്റൂമിന്റെ അടിയിൽ ഇങ്ങനെ ലൈൻ പോലെ കാണുന്ന ഈ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഗിൽസ്. ഇത് അതിനെ വലുതാക്കി കാണിച്ചിരിക്കുന്നതാണ്. ഇതിന്റെ മൈക്രോസ്കോപ്പിക് വ്യൂ ആണിത്. മക്കളെ, ഇപ്പൊ ഈ കാണുന്ന ലൈനായിട്ട് കാണുന്ന സംഭവങ്ങൾ എന്താണ്? ഹൈഫയാണ്. ഓക്കെ, ഇറ്റ്സ് എ സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ് ബോഡി. ഓക്കെ, ബെസിഡിയോമൈസീഡ്സിലും എങ്ങനെയാണ്? ബ്രാഞ്ച്ഡും ആണ്, സെപ്റ്റേറ്റും ആണ്. അപ്പൊ ഇങ്ങനെ കാണുന്ന ഈ ഹൈഫയിൽ നിന്നും ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാവുന്ന കണ്ടീഷനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ടോട്ടലി ദിസ് വൺ, നമ്മൾ ഈ മഷ്റൂം എന്ന് വിളിക്കുന്ന ഈ ഒരു സംഭവമാണ് എന്ത്? ഫ്രൂട്ടിംഗ് ബോഡി. ഈ ഫ്രൂട്ടിംഗ് ബോഡിയിലെ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ആണ് എന്ത്? ബെസിഡിയം. സോ ഐ എം ജസ്റ്റ് ഡ്രോയിങ് ഇറ്റ് റഫ്ലി. ഇപ്പോൾ നമ്മളൊരു ബെസിഡിയം ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കും. ഈ ബെസിഡിയം, ഫോർ ദിസ് ഇസ് എ ബെസിഡിയം. അപ്പോൾ ബെസിഡിയം ആണെങ്കിൽ ഇതിൽ 4 ബെസിഡിയോസ്പോർ ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, 4 ബെസിഡിയോസ്പോർ. അപ്പോൾ സോ ഞാൻ ഈ അറ്റത്ത് വരയ്ക്കുന്നത് 4 ബെസിഡിയോസ്പോർ ആണ്. അപ്പോൾ ഈ ബെസിഡിയോസ്പോർ ഉണ്ടായിട്ടുള്ളത് എവിടെയാണ്? സോ ഇഫ് ദിസ് ഈസ് ദ ബെസിഡിയം വിച്ച് ഈസ് ഫോംഡ് ഇൻ ദ ബെസിഡിയോകാർപ്പ്. ഏത് ബെസിഡിയോകാർപ്പ് എന്ന് വിളിക്കുന്നത്? ഈ ഒരു ഫ്രൂട്ടിംഗ് ബോഡീനെയാണ് ബെസിഡിയോകാർപ്പ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഗിൽസിൽ നമ്മൾ നോക്കിയാൽ കാണുന്ന സ്പെസിഫിക് സ്ട്രക്ചറുകളാണ് ബെസിഡിയം. ബെസിഡിയം എങ്ങനെ ഫോം ചെയ്തു? കാരിയോഗമി നടന്ന് അതിനുശേഷം മിയോസിസ് നടന്ന് എത്ര സ്പോർ ഉണ്ടായിരിക്കും? 4 സ്പോർ ഉണ്ടായി. ആ 4 സ്പോറുകളെയാണ് നമ്മുടെ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ദീസ് ആർ ദ 4 ബെസിഡിയോസ്പോർസ്. ഹാപ്ലോയിഡ് സ്ട്രക്ചേഴ്സ് ആണ്. ഈ സ്പോറുകൾ ഉണ്ടായിട്ടുള്ളത് ബെസിഡിയത്തിന്റെ പുറത്താണ്. അപ്പൊ അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് എക്സോജിനസ്ലി. ഓക്കെ, പുറത്ത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? എക്സോജിനസ്ലി. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ബെസിഡിയോകാർപ്പ്, അതിൽ ബെസിഡിയം, അതിൽ 4 ബെസിഡിയോസ്പോർ എക്സോജിനസ്ലി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഇതാണ് അതിന്റെ കീവേഡ്സ്. ഇനി നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് അഗാരിക്കസ് മഷ്റൂം, ദ എഡിബിൾ, നമ്മൾ കഴിക്കുന്ന നോർമലി കഴിക്കുന്ന എഡിബിൾ ആയിട്ടുള്ള മഷ്റൂമിന്റെ പേരാണ് അഗാരിക്കസ്. ഇനി വേറെയാണ് അസ്റ്റിലാഗോ ആൻഡ് പക്സീനിയ. മക്കളെ, അസ്റ്റിലാഗോ എന്നുള്ള ഈ ഒരു പെർട്ടിക്കുലർ ഫംഗസ് ആണ് സ്മട്ട് ഡിസീസിന് കാരണമാകുന്നത്. ഓക്കെ, സ്മട്ട് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ അസ്റ്റിലാഗോ ആസ് വെൽ ആസ് പക്സീനിയ എന്ന് പറയുന്ന ഒരു റസ്റ്റ് ഫംഗസ് എന്നാണ് വിളിക്കുന്നത്. എന്താ റസ്റ്റ് ഫംഗസ് എന്ന് വിളിക്കാൻ കാരണം? റസ്റ്റ് എന്ന ഡിസീസ്, അതായത് ഇലയിൽ തുരുമ്പ് പിടിച്ച പോലത്തെ കുറച്ച് പാച്ചസ് ഉണ്ടാക്കുകയാണ്. അതിന്റെ കാരണം ഈ പക്സീനിയയുടെ ഗ്രോത്ത് ആണ്. നമുക്കറിയാം, ഇലയിൽ അങ്ങനെ പാച്ചസ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അതിന്റെ ക്ലോറോഫിൽ കണ്ടന്റ് കുറയാണ്. ദാറ്റ് മീൻസ് ഫോട്ടോസിന്തറ്റിക് ഏരിയ വിൽ ബി റിഡ്യൂസ്ഡ്, സോ ദ ഈൽഡ് വിൽ ബി റിഡ്യൂസ്ഡ്. അപ്പൊ സാധാരണ വീറ്റിനൊക്കെ ഈ ഒരു റസ്റ്റ് ഡിസീസ് വരികയും ഈൽഡ് കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പാരസിറ്റിക് ഫംഗസ് ആണ് എന്ത്? പക്സീനിയ. അപ്പോൾ പക്സീനിയ ആൻഡ് അസ്റ്റിലാഗോ, ദേ ആർ ദ പാരസിറ്റിക് ഫംഗൈ. അപ്പൊ നോട്ട് ചെയ്യണേ, അസ്റ്റിലാഗോ, സ്മട്ട് ഡിസീസ്, പക്സീനിയ, റസ്റ്റ് ഡിസീസ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് 3 എക്സാമ്പിൾ ആണ് ബെസിഡിയോമൈസീഡ്സിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, ഡ്യൂട്ടീറോമൈസീഡ്സ്. ഈ ഡ്യൂട്ടീറോമൈസീഡ്സിൽ പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംഗൈ. എന്തുകൊണ്ടായിരിക്കും അതിനെ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കുന്നത്? ഡു യു നോ? ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്. ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ കംപ്ലീറ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കുന്നുള്ളൂ. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഏത്? ഡ്യൂട്ടീറോമൈസീഡ്സ്. അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന വേറെ പേരാണ് ഇംപെർഫെക്റ്റ് ഫംഗൈ. വീണ്ടും ചോദിക്കുകയാണ്, ഫൈക്കോമൈസീഡ്സ് ആർ ഓൾസോ കോൾഡ് ലോവർ ഫംഗൈ ഓർ ആൽഗൽ ഫംഗൈ. ദെൻ ആസ്കോമൈസീഡ്സ് ആർ ഓൾസോ കോൾഡ് സാക് ഫംഗൈ. ദെൻ നമ്മൾ ബെസിഡിയോമൈസീഡ്സിനെ നമ്മൾ എന്താ വിളിച്ചിരുന്നത്? ബെസിഡിയോമൈസീഡ്സ് പഫ് ബോൾസ് മഷ്റൂംസ് ആണ് ക്ലബ് ഫംഗൈ എന്ന് വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ഡ്യൂട്ടീറോമൈസീഡ്സിനെ വിളിക്കുന്ന വേറെ പേരാണ് ഇംപെർഫെക്റ്റ് ഫംഗൈ. ദ റീസൺ ഈസ് ദാറ്റ് ഇൻ ദിസ് ഫംഗൈ വാട്ട് ഈസ് ആബ്സെന്റ്? Only asexual and vegetative reproduction known. What is absent here? Sexual reproduction are absent.
ഇനി അഥവാ ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ദാറ്റ്, അതായത് ഇനി അഥവാ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇതിൽ പ്രസന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? സെക്ഷൽ റീപ്രൊഡക്ഷൻ നോർമലി ഇപ്പൊ നമ്മൾ കണ്ട സ്പോറുകൾ ഏതൊക്കെയായിരുന്നു? ബെസിഡിയോസ്പോർ അല്ലെങ്കിൽ ആസ്കോസ്പോർ. അഥവാ ഈ ഒരു പെർട്ടിക്കുലർ ഫംഗയിൽ കാണപ്പെടുന്നത് ആസ്കോസ്പോർ ആണെങ്കിൽ അവരെ ആസ്കോമൈസീഡ്സിലേക്ക് മാറ്റും. ബിലോങ്സ് ടു ആസ്കോമൈസീഡ്സ് ഓർ ബെസിഡിയോമൈസീഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ സെന്റൻസിൽ പറയുന്നത് ഇത്രയ്ക്കേ ഉള്ളൂ. അഥവാ അതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്പോറുകൾ ആസ്കോസ്പോർ ആണെങ്കിൽ അതിനെ ആസ്കോമൈസീഡ്സിലേക്ക് മാറ്റും. അതായത് ഡ്യൂട്ടീറോമൈസീഡ്സ് എന്ന ഗ്രൂപ്പിൽ നിന്ന് അതിനെ ആസ്കോമൈസീഡ്സിലേക്ക് മാറ്റുന്നു. അതുപോലെ അതിൽ കാണപ്പെടുന്നത് ബെസിഡിയോസ്പോർ ആണെങ്കിൽ അതിനെ ബെസിഡിയോമൈസീഡ്സിലേക്ക് മാറ്റുന്നു. അത്രയേ പറഞ്ഞുള്ളൂ. ഇനി വേറൊരു സ്റ്റേറ്റ്മെന്റും കൂടി നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അതായത് അസെക്ഷൽ ആൻഡ് വെജിറ്റേറ്റീവ് സ്റ്റേജ് മാത്രമേ ഇതിൽ കാണുള്ളൂ ഡ്യൂട്ടീറോമൈസീഡ്സിൽ. അപ്പോൾ ആ ഒരു അസെക്ഷൽ ഓർ വെജിറ്റേറ്റീവ് സ്റ്റേജിനെ ഈ ഒരു ഡ്യൂട്ടീറോമൈസീഡ്സിൽ പെടുത്തുകയും അതിൻ്റെ സെക്ഷൽ സ്റ്റേജിനെ വേറൊരു ഗ്രൂപ്പിലേക്ക് ഇടുകയും ചെയ്യുന്നു. ബട്ട് യു ഹാവ് ടു നോ ദാറ്റ് ഒരു ഓർഗാനിസത്തിന്റെ തന്നെ രണ്ട് സ്റ്റേജിനെ രണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പിൽ ഇടുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് പ്രാക്ടിക്കലി നോട്ട് ഗുഡ്. മീൻസ് അതൊരു ശരിയായ ക്ലാസിഫിക്കേഷൻ അല്ല. സോ വെനെവർ ദ ലിങ്കേജ് ഇസ് എസ്റ്റാബ്ലിഷ്, ഫംഗൈ വർ കറക്റ്റ്ലി ഐഡന്റിഫൈഡ് ആൻഡ് മൂവ്ഡ് ഔട്ട് ഓഫ് ദി ഡ്യൂട്ടീറോമൈസീഡ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു പക്ഷേ അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് വരെ വെജിറ്റേറ്റീവ് സ്റ്റേജ് ഡ്യൂട്ടീറോമൈസീഡ്സിലും അതുപോലെ സെക്ഷൽ സ്പോർ വേറൊരു ഗ്രൂപ്പിലോട്ട് മാറ്റും. എന്നാൽ എപ്പോഴാണോ അത് എസ്റ്റാബ്ലിഷ് ആവുന്നത് ദെൻ ഇറ്റ് വിൽ ബി മൂവ്ഡ് ടു ആസ്കോമൈസീഡ്സ് ആൻഡ് ബെസിഡിയോമൈസീഡ്സ്. പിന്നെ നമ്മൾ പറയുന്നത് ഇതിൻ്റെ മൈസീലിയം എന്ത് തന്നെയാണ്? സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ് ആണ്. ചിലതൊക്കെ സാപ്രോഫൈറ്റ്സുകളായിട്ടോ പാരസൈറ്റുകളായിട്ടോ ഒക്കെ കാണപ്പെടാം. ബട്ട് ദ മെജോറിറ്റി ആർ ദ ഡീകമ്പോസേഴ്സ് ഓഫ് ലിറ്റർ ആൻഡ് ഹെൽപ്പ് ഇൻ മിനറൽ റീസൈക്ലിംഗ്. ഓക്കെ, മിനറൽ സൈക്ലിംഗ് അതായത് ഫോസ്ഫറസ്, നൈട്രജൻ പോലെയുള്ള നമ്മൾ നൈട്രജൻ സൈക്കിൾ, ഫോസ്ഫറസ് സൈക്കിൾ, കാർബൺ സൈക്കിൾ, അങ്ങനെയുള്ള കുറച്ച് മിനറൽ സൈക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മിനറൽ സൈക്ലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫംഗസിൽ പെട്ടവരാണ് ഇത് ഡ്യൂട്ടീറോമൈസീഡ്സ് ഉള്ളത്. അപ്പോൾ നോട്ട് ചെയ്യാം, ഡാഷ് ഗ്രൂപ്പ് സെൽസ് ഫോർ മിനറൽ സൈക്ലിംഗ്. ഏത് ഫംഗൽ ഗ്രൂപ്പാണത്? ഡ്യൂട്ടീറോമൈസീഡ്സ് ആണ്. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് 3 എക്സാമ്പിൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓൾട്ടർനേറിയ, കോളിറ്റ്യൂട്രിക്കം ആൻഡ് ട്രൈക്കോഡെർമ. ഈ എക്സാമ്പിളും കൂടി പഠിക്കണം. ആൻഡ് ദിസ് ഡ്യൂട്ടീറോമൈസീഡ്സ് ആർ ഓൾസോ കോൾഡ് imperfect fungi. Okay, imperfect fungi because what is the reason? Because sexual reproduction are absent. പിന്നെ ഈ ഒരു കാര്യം കൂടി നോക്കുക, മിനറൽ സൈക്ലിംഗ് നടക്കുന്നതും ഇതിലാണ്. അതുപോലെ തന്നെ ഇതിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണെങ്കിലും ഇതിൽ എന്ത് നടക്കാം? അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ദ ഫോർമേഷൻ ഓഫ് കൊണീഡിയ. ഇതുകൂടി ഒന്ന് നോട്ട് ചെയ്യണം. കൊണീഡിയ എന്നുള്ളത് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ആസ്കോമൈസീഡ്സിന്റെ അസെക്ഷൽ സ്പോർ എന്നാണ്. അതുപോലെ തന്നെ ഡ്യൂട്ടീറോമൈസീഡ്സിന്റെ അസെക്ഷൽ സ്പോറും ഏത് തന്നെയാണ്? കൊണീഡിയാണ്. ഡു യു റിമെമ്പർ ഹൗ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്? എക്സോജിനസ്ലി ഓർ എൻഡോജിനസ്ലി? യെസ്, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് എക്സോജിനസ്ലി ഓൺ കൊണീഡിയോഫോർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫംഗസ് എന്ന കിങ്ഡം ഫംഗയുടെ 4 ഗ്രൂപ്പുകൾ. നമുക്ക് പഠിക്കാനുള്ള 4 ഗ്രൂപ്പുകൾ. വി ഹാവ് ഡിസ്കസ്ഡ് ഫൈക്കോമൈസീഡ്സ്, next ascomycetes, then basidiomycetes and deuteromycetes. I hope you got it. And in the next session we will discuss shortly about kingdom Plantae and Animalia. Thank you.